ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഫീച്ചറിനെ കുറിച്ചാണ്. നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിലൂടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇതിൽ ചില ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചിലത് ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ആപ്ലിക്കേഷൻസ് ഒരുപാടാകുമ്പോൾ നമ്മുടെ മൊബൈലിൽ സ്റ്റോറേജ് പ്രോബ്ലം വരാം. സോ ഈ ആപ്ലിക്കേഷൻ കാരണമുള്ള സ്റ്റോറേജ് പ്രോബ്ലം പരിഹരിക്കാൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒരു ഫീച്ചറുണ്ട്. അതെന്താണ്, എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. എന്നാൽ മാത്രമേ അടുത്ത് വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് പേജിൽ മുകളിലായി കാണുന്ന പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാം, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ കാണുന്ന ജനറൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആർച്ചീവ് ആപ്സ് എന്ന ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ ടേൺ ഓഫിലിരുന്നാൽ ടേൺ ഓൺ ചെയ്യുക. നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് കുറഞ്ഞു വരുമ്പോൾ ഈ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസിലെ ഡേറ്റാസ് ഈ ഓപ്ഷൻ ടേൺ ഓണിലിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും. നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിലെ ഓട്ടോമാറ്റിക്കലി ആർച്ചീവ് ആപ്സ് എന്ന ഓപ്ഷൻ ടേൺ ഓണിലിരിക്കുന്നത് കാരണം നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസിലെ ഡേറ്റാസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും. ഓക്കെ ഫ്രണ്ട്സ്, സ്റ്റോറേജ് പ്രോബ്ലം വരുന്ന മൊബൈലിൽ പ്ലേ സ്റ്റോറിലെ ഈ ഫീച്ചർ ടേൺ ഓൺ ചെയ്യുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പ്ലേ സ്റ്റോറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്